ഹലോ ഗായ്സ്, നമ്മൾ പിന്നെ വന്നേക്കാണ് നമ്മുടെ ചൂസ് ട്രിക്സ് ആയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വേറെ ഒന്നായിട്ടില്ല, നമ്മളുടെ മറ്റേ കമാൻഡ് ബ്ലോക്കിൽ ഗൈസ്, അതിൽ എങ്ങനെയാണ് നമുക്ക് മാക്സ് XP കിട്ടാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗൈസ്. നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ക്രാഫ്റ്റ് വേൾഡിലാണ് ചെയ്യണം, മൈൻക്രാഫ്റ്റിലും വർക്കാവുന്നതാണ് ഗൈസ്. അത് നാം ക്രിയേറ്റീവ് എടുക്കണം, അതെല്ലാവർക്കും അറിയണേന്. പിന്നെ നേരെ നമുക്ക് അടിയിൽ പോവാം. ഫയർ ഇതൊന്നും നമ്മളൊന്നും നോക്കണ്ട, ഇമ്മീഡിയറ്റ് റീസ്പോൺ ഇടുക, ഓൾവേസ് ഡേ എന്തായാലും ഇടണം, കീപ്പ് ഇൻവെൻറ്ററി ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, വെതർ സൈക്കിൾ എന്തായാലും ഓഫ് ചെയ്തിടുക ഗൈസ്. ഇത്രയും ചെയ്യാനുള്ളൂ. അതിന് ശേഷം നാം നേരെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്യണ ഇടയിൽ ഈ ടൈമിൽ നിങ്ങൾ വേഗം തന്നെ ഗൈസ് ലൈക്കും സബും ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്കും സബും ചെയ്യുക. ഇനിയും ഇതേപോലെ കമാൻഡ് ബ്ലോക്ക് മൈൻക്രാഫ്റ്റ് വീഡിയോസൊക്കെ വരുന്നതാണ് ഗൈസ്. നമ്മളിതാ ഇങ്ങനെ ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കുക. ഇങ്ങനെ ഒരു സ്ഥലം വേണ്ട, ഇവിടെ കുറച്ച് പരന്ന സ്ഥലം ഉണ്ടല്ലോ, അല്ല അധികം സ്ഥലമൊന്നും വേണ്ട കേട്ടോ, വെറുതെ ഒരു കമാൻഡ് ബ്ലോക്ക് എടുക്കണം അതിന്. ഓക്കെ, കമാൻഡ് ബ്ലോക്ക് പിന്നെ അല്ലെങ്കിലും വെറുതെ ഇൻവെൻറ്ററി ഇതിൽ കിട്ടില്ല, മൈൻക്രാഫ്റ്റിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, മൈൻക്രാഫ്റ്റിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും ഗൈസ്. അയ്യോ മറന്നുപോയി, അതും കളഞ്ഞു. /give at അടിക്കുമ്പോൾ കണ്ട APPRS എല്ലാം ഉണ്ടാവും. അതിൽ നമ്മൾ S ആണ് കേട്ടോ അടിക്കേണ്ടത്. S A ആണോ ഞാൻ അടിച്ചത്? S സയൻസാ? ഇല്ല സയൻസ് അല്ല, സോഷ്യൽ സയൻസ് ആയിരുന്നു. ഓക്കെ, ഇനി കമാൻഡ് ബ്ലോക്ക് എന്നറിയാം. കമാൻഡ് അടിച്ചിട്ട് പിന്നെ ഗ്യാപ്പ് ഇടരുത്, കമാൻഡ് അടിച്ചിട്ട് ഈ സാധനം അടിക്കുക, അറിയാലോ, അണ്ടർസ്കെയർ എടുക്കുക. അതിന് ശേഷം എന്താ ഇവിടെ കണ്ട കമാൻഡ് ബ്ലോക്ക് മൈൻക്രാഫ്റ്റ് ഇങ്ങനെ എല്ലാം കാണാം. അതിൽ നമ്മൾ സാധാ കമാൻഡ് ബ്ലോക്കാണ് എടുക്കേണ്ടത്. സാധാ കമാൻഡ് ബ്ലോക്ക് എന്നിട്ട് നമുക്ക് പെട്ടെന്ന് മാക്സ് ഓക്കെ ഒരെണ്ണം കിട്ടി. നമ്മൾ ഇവിടെ കുഴിച്ചിട്ട് ഇവിടെ എടുത്ത് വെക്കാൻ വേണ്ടി ഇങ്ങനെയല്ല, നേരെ വെക്കണം, നേരെ വന്ന സാധനം ഒരു സ്ക്വയർ അതെ ഇങ്ങനെ വരണം, ഇങ്ങനെ വെക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റീവാണ് സ്റ്റീവ്. ഓക്കെ, ഇങ്ങനെ ഇതെടുക്കുക. അതിനുശേഷം എന്താ ഇതൊക്കെ വെക്കണതിന് മുമ്പ് നമ്മൾ ആദ്യം ഇതിൽ പോയിട്ട് കമാൻഡ് അടിക്കണ്ടേ, അത് ഞാൻ പറഞ്ഞു. /XP മാക്സ് ഔട്ട് ചെയ്യണ്ടേ, അതിനായിട്ട് ഇത്രയൊന്നും ആവില്ല ഗൈസ്, എന്തായാലും ഒരു ഇത്രയൊക്കെ ആവൂട്ടാ, ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് @P. ഓക്കെ, P അടിക്കണം കേട്ടോ. S ഞാൻ അടിച്ച് നോക്കിയത്, അത് കറക്റ്റ് ആയില്ലാന്ന് ഞാൻ പറയില്ല, എന്നാലും ഇത് തന്നെയാണ് നല്ലത്. പിന്നെ നമ്മളുടെ ഈ ബ്ലോക്ക് ടൈപ്പില്ലേ, ഇത് ഇമ്പൾസായും കിടക്കുന്നുണ്ടാവുക, അത് നമ്മൾ റിപ്പീറ്റ് ആക്കണം, അല്ലെങ്കിൽ കമാൻഡ് ഇതിൽ നിന്ന് നമ്മൾ റിപ്പീറ്റ് എടുത്താലായാലും മതി, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ കണ്ട ഇങ്ങനെ പർപ്പിൾ കളർ ആയിക്കോളും. എന്നിട്ട് നമ്മൾ നേരെ ഇതെടുത്തിട്ട് അടിയിൽ കറിഞ്ഞിട്ട് കുനിഞ്ഞിട്ട് അടിവറടുത്ത് ഇവിടെ വെക്കാം. അതിന് ശേഷം നമ്മൾ സർവൈവലിൽ പോകണം ഗൈസ്. ദേ പോയി നമ്മുടെ ഗെയിം എന്നെ നേരെ പോയി ഗൈസ്. വേണ്ടായിരുന്നു, വെറുതെ പണി പറ്റിച്ച്. ഓക്കെ, സെറ്റിങ്സ് സർവൈവലിൽ പോവാം. 3, 2, 1 ബൂം. ഓക്കെ, മാക്സ് ഔട്ടായി ഗൈസ്. ക്രാഫ്റ്റ് വേൾഡിൽ മാക്സ് XP എന്ന് പറയുന്നത് ഇത്രയുമാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, റിപ്പീറ്റ് ബ്ലോക്ക് അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഗേവ് എക്സ്പീരിയൻസ് ടു സ്റ്റീവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഗൈസ്. നിർത്തിയില്ലെങ്കിൽ നമ്മുടെ ചാറ്റ് പിന്നെ ഫുള്ളാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ്. ഇനിയും ഇതേപോലെ ക്രാഫ്റ്റ് വേൾഡ് മൈൻക്രാഫ്റ്റ് വീഡിയോസൊക്കെ വരുന്നെങ്കിൽ all of you like and subscribe. Bye guys.